കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് ക്രൂരന്മാർക്കെതിരെ കർശന നടപടി. 5 പേരുടെയും തുടർ പഠനം തടഞ്ഞ് നഴ്സിംഗ് കൗൺസിൽ. കോളേജിലേക്ക് വിദ്യാർത്ഥി മാർച്ച്. മറ്റുള്ളവർ താരങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളതല്ല എൻ്റെ വിഷയം. താരങ്ങൾക്ക് ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ്, അതൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ്, സിനിമ എന്ന പ്രോഡക്റ്റിന് അത്യാവശ്യമായതുകൊണ്ടാണ് നിർമ്മാതാക്കൾ അവരെ പുറകെ പോകുന്നത്. സിനിമാ താരങ്ങളും നിർമ്മാതാക്കളും തമ്മിലുള്ള തർക്കം തുടരുന്നു. അഭിനേതാക്കളോട് പ്രതിഫലം കുറയ്ക്കണമെന്ന് പറയാനാവില്ലെന്ന് ജോയ് മാത്യു. സുരേഷ് കുമാറും താരങ്ങളെ വെച്ച് പണമുണ്ടാക്കിയിട്ടുണ്ടെന്നും മറുപടി. താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്ന് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ. വയനാട് പുനരധിവാസത്തിനായി നൽകിയ കേന്ദ്ര വായ്പ 45 ദിവസത്തിനുള്ളിൽ ചെലവഴിക്കുന്നത് അപ്രായോഗികം. കേന്ദ്രത്തിനെതിരെ ഒരേ സ്വരത്തിൽ സർക്കാരും പ്രതിപക്ഷവും. കാലാവധി നീട്ടിക്കിട്ടാൻ ഒന്നിച്ച് പരിശ്രമിക്കാമെന്ന നിർദ്ദേശവുമായി കെ സുരേന്ദ്രൻ. മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെയും കേരളത്തിന്റെ വ്യവസായ നയത്തെയും പുകഴ്ത്തി ശശി തരൂർ വെട്ടിൽ. തരൂരിന് കണക്കുകൾ എവിടെ നിന്നാണ് കിട്ടിയതെന്ന് സതീശൻ. തരൂർ പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസുകാരുടെ നിലപാടല്ലെന്ന് കെ മുരളീധരൻ. കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ഇനി ആന എഴുന്നള്ളത്തില്ല. തീരുമാനവുമായി ക്ഷേത്രം ഭരണസമിതി. ആനകളെ ഒഴിവാക്കാൻ സംസ്ഥാന വ്യാപക ചർച്ചകൾ വേണമെന്നും ആവശ്യം. സംഭവത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. അപകട സ്ഥലവും മരിച്ചവരുടെ വീടുകളും മന്ത്രി സന്ദർശിച്ചു. ചാലക്കുടി ബാങ്ക് കൊള്ളക്കാരൻ എവിടെ? 22 മണിക്കൂർ കഴിഞ്ഞിട്ടും പിടികൂടാനാകാതെ പോലീസ്. എറണാകുളത്തും അയൽ ജില്ലകളിലും തെരച്ചിൽ. കത്തികാട്ടി വിറപ്പിച്ച് കവർന്നത് 15 ലക്ഷം രൂപ. ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിർണായക മത്സരം ഇന്ന്. എതിരാളികൾ മോഹൻ ബഗാൻ. ഫുട്ബോൾ പ്രേമികൾക്കായി തയ്യാറെടുത്ത് കൊച്ചി മെട്രോയും. വയനാട് പുനരധിവാസത്തിനുള്ള കേന്ദ്ര വായ്പയുടെ നിബന്ധനകൾ സംസ്ഥാനത്തോടുള്ള അവഹേളനമെന്ന വിമർശനം ശക്തമാക്കി LDF-ഉം UDF-ഉം. എന്നാൽ സമയപരിധി നീട്ടിക്കിട്ടാൻ സംസ്ഥാനം കേന്ദ്രത്തെ സമീപിക്കണമെന്നാണ് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞത്. 45 ദിവസത്തിനുള്ളിൽ പണം ചെലവഴിച്ച് വിനിയോഗ സർട്ടിഫിക്കറ്റ് നൽകുന്നത് അസാധ്യമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ. ദുരന്തം തകർത്തെറിഞ്ഞവരുടെ പുനരധിവാസത്തിനായി കേന്ദ്രം കൈപിടിക്കുന്നത് കാത്തിരിക്കുകയാണ് കേരളം. എന്നാൽ സാമ്പത്തിക സഹായത്തിന് പകരം ലഭിച്ചത് തിരിച്ചടയ്ക്കേണ്ട വായ്പ. അതും 45 ദിവസത്തിനുള്ളിൽ ചെലവഴിച്ച് വിനിയോഗ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന തികച്ചും അപ്രായോഗികമായ നിബന്ധനയോടെ. കേന്ദ്ര സമീപനത്തിൽ കടുത്ത പ്രതിഷേധമാണ് സംസ്ഥാനത്ത് BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക്. യഥാർത്ഥത്തിൽ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ നൽകിയിട്ടുള്ളതുപോലെയുള്ള ഗ്രാന്റ് സഹായമാണ് ഇത്തരം ഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ളത്. വായ്പ എന്ന രൂപത്തിൽ നൽകുന്നതല്ല ഇത്തരം ദുരന്ത സന്ദർഭങ്ങളിൽ യൂണിയൻ ഗവൺമെന്റ് സ്വീകരിക്കേണ്ടത്. നാട്ടിലെ ജനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നത്തിൽ കുറെ കൂടി ശരിയായിട്ടുള്ള സമീപനം യൂണിയൻ ഗവൺമെന്റിൽ നിന്ന് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ സാധാരണ സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കുന്നത് സ്പെഷ്യൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ്. 590 കോടി രൂപയുടെ 50 വർഷത്തേക്കുള്ള കടമായിട്ട് തരിക എന്ന് പറഞ്ഞാൽ കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്, പരിഹസിക്കുന്നതിന് തുല്യമാണ്, കേരളത്തോടുള്ള പൂർണ്ണമായ അവഗണനയാണ്. എന്നാൽ വലിയ സഹായമാണ് കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചതെന്ന അഭിപ്രായമാണ് BJPക്ക്. രാഷ്ട്രീയം പറഞ്ഞ് ഉറങ്ങിക്കിടക്കാതെ അത് ചെലവഴിക്കുകയാണ് വേണ്ടതെന്ന് സർക്കാർ ഉപദേശിക്കുകയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. 50 വർഷത്തേക്കുള്ള പലിശരഹിത വായ്പയാണ്. ഫലത്തിൽ അതൊരു ഗ്രാന്റ് തന്നെയാണ്. ഇവിടെ 550 കോടി രൂപ ഫലപ്രദമായി ചെലവഴിക്കാനുള്ള സത്വര നടപടിയാണ് സർക്കാർ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് സർക്കാർ കിടന്നുറങ്ങാതെ, രാഷ്ട്രീയ പ്രചരണം നടത്താതെ ഇപ്പൊ കിട്ടിയ പണം ഉപയോഗിച്ച് വയനാട് ജനതയെ പുനരധിവസിപ്പിക്കണം. രാഷ്ട്രീയ വിമർശനം ഉയർത്തുമ്പോഴും കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ സഹായവും പരിഗണനയും കേരളം ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. വായ്പയുടെ വിനിയോഗത്തിന് കൂടുതൽ സമയം തേടി കേരളം കേന്ദ്രത്തെ സമീപിച്ചേക്കും. കേന്ദ്ര വായ്പയായ 529 കോടി ചെലവിടേണ്ടത് വിവിധ വകുപ്പുകളിലായാണ്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്തു ചെയ്യാനാകും എന്നതിനെക്കുറിച്ച് തീരുമാനിക്കാൻ തിങ്കളാഴ്ച വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം ചേരും. ഓരോ വകുപ്പുകളുടെയും നിർദ്ദേശം പരിഗണിച്ച് മന്ത്രിസഭാ യോഗം മുൻഗണന നിശ്ചയിച്ച് തുക ചെലവിടാനാണ് ആലോചന. ന്യൂസ് 18 തിരുവനന്തപുരം. സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയും അഭിനേതാക്കളും തമ്മിലുള്ള തർക്കം തുടരുകയാണ്.
ജി സുരേഷ് കുമാറിനെ തള്ളി ജോയി മാത്യു രംഗത്തെത്തി. അഭിനേതാക്കളോട് പ്രതിഫലം കുറയ്ക്കണമെന്ന് സംഘടനയ്ക്ക് ആവശ്യപ്പെടാൻ കഴിയില്ലെന്നായിരുന്നു മറുപടി. സുരേഷ് കുമാറും താരങ്ങളെ വെച്ച് പണമുണ്ടാക്കിയിട്ടുണ്ടെന്നും ജോയി മാത്യു പറഞ്ഞു. അത് മറ്റുള്ളവർ താരങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളതല്ല എൻ്റെ വിഷയം. താരങ്ങൾക്ക് ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ്, അതൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ്, സിനിമ എന്ന പ്രോഡക്റ്റിന് അത്യാവശ്യമായതുകൊണ്ടാണ് നിർമ്മാതാക്കൾ അവരെ പുറകെ പോകുന്നത്. സിനിമ എടുക്കണമെങ്കിൽ, നല്ല സിനിമ എടുക്കണമെങ്കിൽ ഇവരൊന്നും ഇല്ലാതെ എടുക്കാമല്ലോ സിനിമ. അപ്പം ലാഭം കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സിനിമ എടുക്കുന്ന നിർമ്മാതാക്കൾക്ക് അതിൽ വേണ്ട ചേരുവകൾ വേണം. അതിലൊരു ചേരുവയാണ് താരം. ആ താരത്തിൻ്റെ കൂടെ മേൽവിലാസത്തിലാണ് ഇവരുടെ പടങ്ങൾ തിയേറ്ററിൽ വരുന്നതും വിതരണക്കാരനെടുക്കുന്നതും ഓടുന്നതും ഒക്കെ തന്നെ. അവർക്ക് താരങ്ങൾ മസ്റ്റാണെങ്കിൽ അവർ താരങ്ങളുടെ ഡിമാൻഡ് അനുസരിച്ച് നിൽക്കേണ്ടി വരും. താരങ്ങൾ സ്വയം അവരുടെ റേറ്റ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യുന്നുള്ളത് അത് അവരെ സംബന്ധിക്കുന്ന കാര്യമാണ്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒരു സംഘടനയ്ക്ക് അതിലൊരു തീരുമാനം എടുക്കാനും പറ്റില്ല. ഞാനിതിൽ അങ്ങനെ കാണുന്നുള്ളൂ. ഒരു താൽക്കാലികമായിട്ടുള്ള ഇവരുടെ ഒരു പ്രശ്നം മാത്രമാണ് ഇത്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലല്ല, ഉള്ളവർ തന്നെ അവരുടെ ഉള്ളിലുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് പെട്ടെന്ന് പരിഹരിക്കപ്പെടും. സിനിമാ തർക്കത്തിൽ സംഘടനയ്ക്കുള്ളിലെ പിളർപ്പ് ഒഴിവാക്കാൻ നിർമ്മാതാക്കൾ. ഇരുവിഭാഗത്തെയും ന്യായീകരിച്ച് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ട്രഷററായ ലിസ്റ്റിൻ സ്റ്റീഫൻ രംഗത്തെത്തി. പറഞ്ഞു തീർക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവും ഇല്ലെന്നാണ് ലിസ്റ്റിൻ സ്റ്റീഫന്റെ പ്രതികരണം. കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, എന്താണ് ലിസ്റ്റിന്റെ നിലപാട്? പൂർണ്ണമായിട്ടും നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് മാത്രമല്ലല്ലോ ലിസ്റ്റിൻ സംസാരിക്കുന്നത്. അതെ മഞ്ജുഷ, ഒരു മേശയ്ക്ക് ഇരുവശവും ഇരുന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ആന്റണി പെരുമ്പാവൂരും സുരേഷ് കുമാറും തമ്മിലെന്നാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു വെക്കുന്നത്. അതിനുള്ള നീക്കങ്ങൾ തുടങ്ങിയോ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകിയിരുന്നില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ അത്തരമൊരു ചർച്ചയിലേക്ക് പോകുമെന്ന് തന്നെയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞത്. പക്ഷേ ജൂണിൽ ഇവർ ആരംഭിക്കാനിരിക്കുന്ന സമരത്തെ അങ്ങേയറ്റം വിമർശിക്കുകയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ചെയ്തത്. ജൂൺ 1-ാം തീയതി സമരം പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുന്നത്. അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴും പക്ഷേ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് മുന്നോട്ട് വെച്ച ഒരു അജണ്ട ആയിരുന്നല്ലോ ഇതെന്ന് പറയുമ്പോൾ അങ്ങനെ പർട്ടിക്കുലറായ ഒരു ഡേറ്റ് പറഞ്ഞിട്ടില്ല എന്നുള്ള പലവിധ തർക്കങ്ങളിലേക്ക് ലിസ്റ്റിൻ കടക്കുകയുണ്ട്. പക്ഷേ ഇത് ലിസ്റ്റിൻ രണ്ട് നിലപാടാണ്. ഒന്ന് വ്യക്തി എന്നുള്ള നിലയിലും ഒന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ട്രഷറർ എന്നുള്ള നിലയിലുമാണ് താൻ ഇവിടെ ഇരിക്കുന്നത് എന്നുള്ള തരത്തിലാണ് ലിസ്റ്റിൻ. ആ ഒരു തരത്തിൽ ആന്റണി പെരുമ്പാവൂരിനെയും അതുപോലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെയും ഒരുപോലെ ന്യായീകരിച്ച് തന്നെയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം ചൂണ്ടിക്കാണിക്കേണ്ടത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സുരേഷ് കുമാറിന് പൂർണ്ണ പിന്തുണയുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അതേസമയം ആ ഒരു നിലപാട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എടുത്ത സാഹചര്യത്തിൽ ആന്റണി പെരുമ്പാവൂരിനെ പിന്തുണച്ച് നിരവധി താരങ്ങളും എത്തുന്ന ഒരു സാഹചര്യം പ്രതികരണം കേൾക്കാം. അവര് പറഞ്ഞ ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചില എന്താ പറയുക അസ്വാരസ്യങ്ങൾ ഞങ്ങളുടെ ഇടയ്ക്ക് ഈവൻ ഉണ്ടായത്. അപ്പോൾ അവർ തമ്മിൽ ഒരു ടേബിളിന് മുന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഡിസ്കഷൻ തീരേണ്ട ഒരു കാര്യം ഒരു പത്ര സമ്മേളനത്തിൽ പറഞ്ഞു പോയി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഫേസ്ബുക്കിൽ കൂടെ ഒരു ലെറ്റർ വരുന്നു. ഇതൊക്കെ എത്രത്തോളം ആവശ്യമുള്ളതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈവൻ അറിയില്ല. മറ്റൊരു വാർത്തയിലേക്ക്. കേരള സർക്കാരിന്റെ വ്യവസായ നയത്തെ പുകഴ്ത്തിയ ശശി തരൂരിനെ തള്ളിപ്പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംരംഭക മുന്നേറ്റത്തിലും സുസ്ഥിര വളർച്ചയിലും കേരളം മുന്നിലാണെന്ന് ഏത് കണക്ക് വെച്ചാണ് തരൂർ പറഞ്ഞതെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. തരൂരിന്റെ അഭിപ്രായത്തിൽ ദേശീയ നേതൃത്വം മറുപടി പറയണമെന്ന് K മുരളീധരനും ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ വ്യവസായ നയത്തെ മാത്രമല്ല പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തെയും അനുകൂലിക്കുകയായിരുന്നു ശശി തരൂർ. ഒരു ദേശീയ ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ കേരളത്തിലെ വ്യവസായ അന്തരീക്ഷത്തെ തരൂർ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: ഇഴയുന്ന കൊമ്പനിൽ നിന്നും ഇണങ്ങുന്ന കടുവയായി കേരളം മാറി. സംരംഭക മുന്നേറ്റത്തിലും സുസ്ഥിര വളർച്ചയിലും കേരളം രാജ്യത്ത് വേറിട്ട മാതൃകയാണെന്നും പുകഴ്ത്തൽ. സിംഗപ്പൂരിനോടും അമേരിക്കയോടുമാണ് കേരളത്തെ തരൂർ താരതമ്യപ്പെടുത്തിയത്. ലേഖനത്തിനൊടുവിൽ മാറിയ കാലം കമ്മ്യൂണിസ്റ്റുകാർ തിരിച്ചറിയുന്നത് നന്നായി എന്ന പരിഹാസമുണ്ടെങ്കിലും തരൂരിന്റെ പുകഴ്ത്തലാണ് വിവാദമായത്. കടുത്ത ഭാഷയിലായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. ഏത് കണക്ക് വെച്ചാണ് തരൂർ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് സതീശൻ ചോദിച്ചു. ശശി തരൂർ ഈ ലേഖനം എഴുതിയത് എന്ത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം പാർട്ടി പരിശോധിക്കട്ടെ. നമ്മൾ ഈ നാട്ടുകാർ ഈ പ്രത്യേകിച്ച് ഗൾഫിൽ നിന്നൊക്കെ തിരിച്ചു വന്നവർ വന്ന് ബേക്കറി തുടങ്ങും, പെട്ടിക്കട തുടങ്ങും, ചെറിയ തുണിക്കട തുടങ്ങും. അതൊക്കെ വ്യവസായ സംരംഭങ്ങളായി കേരളത്തിൽ കൂട്ടരുത്. അപ്പോൾ 3 ലക്ഷം സംരംഭങ്ങൾ തുടങ്ങിയെന്നുള്ള സർക്കാരിൻ്റെ അവകാശവാദത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം വിജയമായിരുന്നെന്ന തരൂരിന്റെ വാദത്തെയും സതീശൻ തള്ളി. മോഡിയുടെ അമേരിക്കൻ സന്ദർശനം ഒരു തരത്തിലും വിജയമാണ് എന്ന് വിലയിരുത്താൻ പറ്റില്ല. ഇന്ത്യയുടെ ഒരു ആവശ്യങ്ങളും അവിടെ അംഗീകരിച്ചില്ല. ഇന്ത്യയോട് ട്രംപ് സർക്കാരിന് ഒരു നിലപാടുണ്ട്. ആ നിലപാടിൽ ഒരു ചെറിയ മാറ്റം പോലും വരുത്താൻ മോഡിയുടെ സന്ദർശനം കൊണ്ട് സാധ്യമായില്ല. മോഡി മടങ്ങിയിട്ടും ട്രംപിൻ്റെയും അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെയും റിപ്ലൈ എന്ന് പറയുന്നത് നോ ചേഞ്ച് എന്നായിരുന്നു. അതായത് ഇതിനു മുമ്പ് ഉണ്ടാകാതിരുന്ന നിലപാടുകളിൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ ട്രംപ് ഗവൺമെൻറ് കാർക്കശ്യം വളർത്തി. ആ കാർക്കശ്യത്തിന് ഒരു ഇളവും വരുത്താൻ, അതിനെ ഡൈലൂട്ട് ചെയ്യാൻ ഈ സന്ദർശനം കൊണ്ട് കഴിഞ്ഞിട്ടില്ല. കേരളത്തിലെ ഇടതു സർക്കാരിനെയും കേന്ദ്രത്തിലെ BJP സർക്കാരിനെയും പുകഴ്ത്തി തരൂർ മുമ്പും കോൺഗ്രസിനെ വെട്ടിലാക്കിയിട്ടുണ്ട്. അന്നും തരൂരിനെതിരെ കടുത്ത ഭാഷയിലാണ് സതീശൻ വിമർശനവുമായി വന്നത്. ഘടകകക്ഷി നേതാക്കളെയും സമുദായ നേതാക്കളെയും സന്ദർശിച്ച് തരൂർ ബദൽ നേതൃനീക്കം നടത്തിയപ്പോഴായിരുന്നു ഇതിനു മുമ്പ് സതീശനും തരൂരും കൊമ്പുകോർത്തത്. മാധ്യമങ്ങൾ ഊതിവീർപ്പിച്ച ബലൂണുകൾ ഒറ്റക്കുത്തിന് പൊട്ടിപ്പോകുമെന്നായിരുന്നു അന്ന് തരൂരിനു നേരെയുള്ള സതീശന്റെ പരിഹാസം. സമാന സാഹചര്യത്തിലേക്ക് ഈ തർക്കം മാറുമോ എന്നത് സതീശന്റെ വിമർശനത്തിലുള്ള തരൂരിന്റെ പ്രതികരണത്തെ ആശ്രയിച്ചിരിക്കും. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. ക്ഷേത്രോത്സവത്തിനിടെ ആനയിടഞ്ഞ് 3 പേർ മരിച്ച കോഴിക്കോട് കൊയിലാണ്ടി കുറുവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രത്തിൽ എഴുന്നള്ളപ്പിന് ഇനി ആനയെ ഉപയോഗിക്കില്ല. വിഷയത്തിൽ ക്ഷേത്രം ഭരണസമിതി തന്ത്രിയുടെ ഉപദേശം തേടി. നിയമം ലംഘിച്ചവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ക്ഷേത്രവും മരിച്ചവരുടെ വീടുകളും മന്ത്രി സന്ദർശിച്ചു. ക്ഷേത്രം തന്ത്രിയുടെ അഭിപ്രായം തേടിയ ശേഷമാണ് ഭരണസമിതിയുടെ തീരുമാനം. എഴുന്നള്ളിപ്പിന് തേരോ രഥമോ മതിയെന്നാണ് തന്ത്രിയുടെ നിർദ്ദേശം. ആനയെ ഒഴിവാക്കാൻ സംസ്ഥാന വ്യാപകമായി ചർച്ചകൾ നടത്തണമെന്നും സർക്കാരിന് നാട്ടുകാർ ഒപ്പിട്ട ഭീമഹർജി നൽകുമെന്നും ക്ഷേത്ര കമ്മിറ്റി അറിയിച്ചു. ഇപ്പോൾ ഞങ്ങൾ ഇന്ന് മേശാന്തിയോട് സംസാരിച്ചു. ആന വേണമെന്നില്ല, പകരം തേരോ അല്ലെങ്കിൽ രഥമോ ആവാമെന്ന് മേശാന്തിയാണ് പറയുന്നത്. അവരും ഇന്ന് നമ്മളോട് പറഞ്ഞത് അങ്ങനെയാണ്. കാരണം ആന ഒഴിവാക്കി തേരോ രഥമോ ആക്കാം. സത്യത്തിൽ അതാണ് ചിന്തിക്കേണ്ടത്. ശരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊരു ഈ നാടിന് എല്ലാവർക്കും എന്ത് ചെയ്യും, വളരെ ധൈര്യത്തോടു കൂടി ഉത്സവം നേരിട്ട് വന്ന് കാണാനുള്ള ഒരു സൗകര്യമാണ് ഒരുക്കുന്നത്. ശരിക്കും മന്ത്രി AK ശശീന്ദ്രൻ ക്ഷേത്രം സന്ദർശിച്ച് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുമായി ചർച്ച നടത്തി. ആന എഴുന്നള്ളിപ്പിൽ ക്ഷേത്ര കമ്മിറ്റിക്ക് വീഴ്ച പറ്റിയതായി മന്ത്രി ആവർത്തിച്ചു. ക്ഷേത്രം ഭാരവാഹികൾ മനഃപൂർവ്വമുണ്ടാക്കിയ അപകടമല്ല, എന്നാൽ സർക്കാരിന് നിയമ നടപടികളുമായി മുന്നോട്ടു പോകണം. വെടിക്കെട്ടിന് അനുമതി നൽകിയതിൽ ജില്ലാതല മോണിറ്ററിംഗ് സമിതിക്ക് വീഴ്ചയുണ്ടായോ എന്നും പരിശോധിക്കും. സർക്കാരിന് നിയമ നടപടികളുമായി മുന്നോട്ട് പോയേ പറ്റൂ എന്നതാണ്. നാട്ടാന പരിപാലന ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. രണ്ടാമത്, വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് വേണ്ടത്ര ശ്രദ്ധ കാണിച്ചോ എന്ന സംശയം ജില്ലാ ഭരണകൂടവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ നിയമപരമായി നടപടികൾ സ്വീകരിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ആനയിടഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ വീടുകളും മന്ത്രി സന്ദർശിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്കിലെ കവർച്ച നടന്ന് 22 മണിക്കൂർ പിന്നിടുമ്പോഴും പ്രതിയെക്കുറിച്ച് സൂചന പോലും പോലീസിന് കിട്ടിയിട്ടില്ല. പ്രതി സംസ്ഥാനം വിട്ടുപോകാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. കേസ് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ബാങ്ക് കവർച്ചാ കേസിൽ ഇപ്പോഴും അന്വേഷണ സംഘം ഇരുട്ടിലാണ്. കൃത്യമായ ആസൂത്രണത്തോടെയാണ് പ്രതി എത്തിയതെന്ന കണ്ടെത്തൽ മാത്രമാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. പ്രതിയുടെ വാഹനം പോലും കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പ്രതി പോയത് അങ്കമാലി ഭാഗത്തേക്കാണെന്നാണ് അന്വേഷണ സംഘത്തിൽ ലഭിച്ച ഏക വിവരം. അതും സൂചന മാത്രമാണ്. അങ്കമാലിലെത്തിയെങ്കിൽ പ്രതി ട്രെയിൻ മാർഗം രക്ഷപ്പെടാനുള്ള സാധ്യതയും ഉണ്ട്. ആലുവ പെരുമ്പാവൂർ മേഖലയിൽ നടത്തിയ പരിശോധനയിലും പ്രതിയെക്കുറിച്ച് യാതൊരു തുമ്പുമില്ല. സംസ്ഥാനം വിടാനുള്ള സാധ്യതയുള്ളതിനാൽ അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്കും വ്യാപിപ്പിച്ചേക്കും. പ്രതിക്ക് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും സംഭവത്തിൽ ഗൂഢാലോചന ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നു. അതേസമയം കേസ് അന്വേഷിക്കാൻ ചാലക്കുടി DYSP PK സുമേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിൽ പ്രതികളായ 5 പേരുടെയും തുടർ പഠനം തടയും. നഴ്സിംഗ് കൗൺസിലിന്റേതാണ് ഈ തീരുമാനം. കേസിൽ മറ്റിരകളെ സാക്ഷികളാക്കാനാണ് തീരുമാനം. റാഗിംഗ് കേസിൽ പ്രതികളായ ജീവ, വിവേക്, റിജിൽജിത്ത്, സാമുവൽ, രാഹുൽ രാജ് എന്നിവർക്കെതിരെ നഴ്സിംഗ് കൗൺസിലിന്റെ കടുത്ത നടപടി. 5 പേരുടെയും തുടർ പഠനം തടയും. ഇക്കാര്യം കോളേജ് അധികൃതരെ അറിയിക്കും. റാഗിംഗ് തടയുന്നതിലും ഇടപെടുന്നതിലും വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ സുലേഖ AT, അസിസ്റ്റന്റ് വാർഡന്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ അജീഷ് P മാണി എന്നിവരെ സസ്പെൻഡ് ചെയ്തു. ഹൗസ് കീപ്പറെ പുറത്താക്കാനും ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി.
സംഭവത്തിൽ 6 പേരാണ് ഇരകളായി ഉണ്ടായിരുന്നത്. സമാനമായ കുറ്റകൃത്യം സംബന്ധിച്ച മൊഴിയാണ് ഇവരിൽ നിന്നും ലഭിച്ചത്. ഇതോടെയാണ് ഇവരെ സാക്ഷികളാക്കാനുള്ള തീരുമാനം. റാഗിങ്ങിനെതിരെ ഇന്നും പ്രതിഷേധം തുടർന്നു. AIOF, AISF സംഘടനകൾ സംയുക്തമായി മാർച്ച് നടത്തി. BJP കോട്ടയം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയും കോളേജിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് 18 കോട്ടയം. തിരുവനന്തപുരം കാട്ടാക്കട കുറ്റിച്ചലിലെ +1 വിദ്യാർത്ഥിയുടെ മരണത്തിൽ ആരോപണ വിധേയനായ ക്ലർക്ക് സുനിൽ ഒളിവിൽ. സംഭവത്തിൽ ഇതുവരെ ആരെയും പ്രതി ചേർത്ത് കേസെടുത്തിട്ടില്ല. ക്ലർക്ക് വിദ്യാർത്ഥിയോട് മോശമായി പെരുമാറിയതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു എന്നാണ് കരുതുന്നത്. കുറ്റിച്ചൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1ാം വർഷ വിദ്യാർത്ഥി എബ്രഹാം ബെൻസനെ ഇന്നലെയാണ് സ്കൂളിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ക്ലർക്ക് സുനിൽകുമാർ അപമര്യാദയായി സംസാരിച്ചതിന്റെ മനോവിഷമത്തിൽ ആത്മഹത്യ ചെയ്തുവെന്നാണ് നിഗമനം. ഒളിവിൽ തുടരുന്ന സുനിലിനായി പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. സുനിലിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കണമെന്നാണ് ആവശ്യം. ഇയാൾക്കെതിരെ വൈകാതെ വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടിയും ഉണ്ടാകും. VHSE ഡെപ്യൂട്ടി ഡയറക്ടർ സ്കൂളിലെത്തി മൊഴികൾ രേഖപ്പെടുത്തി. അധ്യാപകരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ അവർക്കെതിരെയും നടപടിയുണ്ടാകും. ക്ലർക്കിന്റെ മോശം പെരുമാറ്റത്തെക്കുറിച്ച് നിരവധി തവണ അധ്യാപകരോട് പരാതി പറഞ്ഞെങ്കിലും പരിഹാരമുണ്ടായില്ല എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. സംഭവത്തിൽ ഇതുവരെയും ആരെയും പ്രതി ചേർത്ത് FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം DYFI പ്രവർത്തകർ പ്രതിഷേധവുമായി സ്കൂളിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം കുറ്റിച്ചലിൽ +1 വിദ്യാർത്ഥി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ പ്രതികരിച്ച് മന്ത്രി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികരിച്ച് വി ശിവൻകുട്ടി. സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റം കുട്ടികളെ പല കാര്യങ്ങളിലേക്കും ആകർഷിക്കുകയാണ്. ചെറിയ കാര്യങ്ങളിൽ പോലും കുട്ടികൾ വികാരഭരിതരാകുന്നുവെന്നും അടുത്ത വർഷം മുതൽ ബോധവൽക്കരണത്തിന് കൂടുതൽ ഊന്നൽ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരനെതിരെ ആരോപണവുമായി N പ്രശാന്ത് IAS. ചീഫ് സെക്രട്ടറി പക്ഷപാതപരമായി പെരുമാറുന്നുവെന്നാണ് പ്രശാന്തിന്റെ ആരോപണം. ജയതിലക് IASനെതിരെ തെളിവ് സഹിതം പരാതി നൽകിയിട്ടും അന്വേഷിക്കാൻ തയ്യാറായില്ല. അതിനാൽ നേരിട്ട് ഹിയറിംഗ് നടത്തുന്നത് റെക്കോർഡ് ചെയ്ത് സ്ട്രീം ചെയ്യണമെന്നാണ് ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിൽ പ്രശാന്തിന്റെ ആവശ്യം. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യൻ. ചേന്നമംഗലം കൂട്ടക്കൊല മുൻ വൈരാഗ്യത്തോടെയുള്ള കൊടും ക്രൂരതയെന്ന് കുറ്റപത്രം. ഋതുവിന് ജിതിൻ ബോസിന്റെ കുടുംബത്തോട് അടങ്ങാത്ത പകയായിരുന്നു. കൊലയ്ക്ക് ശേഷം പക തീർത്തു എന്ന് വിളിച്ചു പറഞ്ഞതായി സാക്ഷി മൊഴിയുണ്ടെന്നും 1000 പേജുള്ള കുറ്റപത്രത്തിൽ പറയുന്നു. പ്രതി ലഹരിക്ക് അടിമയാണ്, എന്നാൽ മാനസിക പ്രശ്നങ്ങളില്ല. ആകെ 112 സാക്ഷികളുള്ള കേസിൽ 60 തെളിവ് രേഖകളാണ് ഉള്ളത്. ഉച്ചയ്ക്ക് ശേഷം വടക്കൻ പറവൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം നൽകും. സംസ്ഥാനത്ത് BJP അധ്യക്ഷൻ ആരാകുമെന്നതിൽ വീണ്ടും ചൂടുപിടിച്ച ചർച്ച. അടുത്ത 2 ദിവസത്തിനുള്ളിൽ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കും. K. സുരേന്ദ്രൻ തുടരുമോ, പുതിയ അധ്യക്ഷൻ എത്തുമോ എന്നതിനെ ചുറ്റിപ്പറ്റിയാണ് ഗ്രൂപ്പ് തലങ്ങളിലെ ചർച്ച. കഴിഞ്ഞ 1 മാസമായി പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പലതവണയാണ് ഡൽഹി യാത്ര നടത്തിയത്. രാജീവ് ചന്ദ്രശേഖർ, ശോഭാ സുരേന്ദ്രൻ, MT രമേശ് ഈ പേരുകളാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രധാനമായും പരിഗണിക്കപ്പെടുന്നത്. കുറെ കാലം ഗ്രൂപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമാവുകയും ഒടുവിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്യുന്ന രീതിയിൽ മാറ്റം വരണമെന്ന് പാർട്ടിയിൽ വലിയൊരു വിഭാഗം ആഗ്രഹിക്കുന്നു. അവിടെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പേര് കൂടുതൽ ശക്തമായി വരുന്നത്. സംഘടനാ സംവിധാനത്തിൽ അത്ര കണ്ട് പരിചയമില്ലാത്ത രാജീവ് ചന്ദ്രശേഖർ അത് മറികടക്കാൻ V. മുരളീധരൻ, കൃഷ്ണദാസ് പക്ഷങ്ങളെ ഒരുമിച്ച് ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കം നടത്തുന്നു എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ പിന്മാറുകയും വനിതാ പ്രാതിനിധ്യം പരിഗണനാ വിഷയമാവുകയും ചെയ്താൽ ശോഭാ സുരേന്ദ്രൻ പ്രസിഡന്റ് പദത്തിലേക്ക് എത്തും. രാജീവ് ചന്ദ്രശേഖർ പിന്മാറിയാൽ കൃഷ്ണദാസ് പക്ഷം ശക്തമായി ഉന്നയിക്കുന്ന പേര് MT രമേശിന്റേതാകും. V. മുരളീധരൻ ഒരിക്കൽ കൂടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുമെന്ന് കരുതുന്നവരുമുണ്ട്. മുരളീധരനെ ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമാക്കാമെന്ന ചിന്തയും കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. കേരളത്തിൽ BJPക്ക് ക്രമാനുഗതമായി വോട്ട് വർദ്ധിച്ച സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും സുരേന്ദ്രൻ തുടർന്നേക്കും എന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ. പ്രസിഡന്റിന്റെ കാര്യത്തിൽ കേരളത്തിന്റെ ചുമതലയുണ്ടായിരുന്ന പ്രഹ്ലാദ് ജോഷി ദേശീയ നേതൃത്വത്തിന് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച നടത്തിയ ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ദേശീയ സംഘടനാ സെക്രട്ടറി BL സന്തോഷും കേരളത്തിലെ RSS നേതാക്കളുമായി ചർച്ച പൂർത്തിയാക്കിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.
നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. മരണകാരണമായേക്കാവുന്ന മുറിവുകളൊന്നും ശരീരത്തിൽ ഉണ്ടായിരുന്നില്ലെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ലിവർ സിറോസിസും വൃക്കകളുടെ തകരാറുമടക്കം നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സമാധി സ്ഥലം ഉപജീവനത്തിന് ഉപയോഗിക്കില്ലെന്ന് വ്യക്തമാക്കി കുടുംബവും രംഗത്തെത്തിയിട്ടുണ്ട്. ഹൃദയധമനികളിൽ 75% ബ്ലോക്ക്, കാലിൽ അൾസർ, ലിവർ സിറോസിസും വൃക്കകളിലെ സിസ്റ്റും, ഇങ്ങനെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഗോപൻ ഉണ്ടായിരുന്നതായാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പരാമർശം. മുഖത്തും മൂക്കിലും തലയിലുമായി 4 ചതവുകൾ ഉണ്ടായിരുന്നെങ്കിലും അത് മരണകാരണമായിട്ടില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. വായിലും ശ്വാസകോശത്തിലും ഭസ്മത്തിന്റെ അംശം കണ്ടെത്തിയിരുന്നെങ്കിലും ഇതിലും അസ്വാഭാവികതകൾ ഒന്നുമില്ലെന്ന് റിപ്പോർട്ട് പറയുന്നു. രാസപരിശോധനാ ഫലം വന്നാലേ മരണകാരണം നിർവചിക്കാനാകുമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. അതേസമയം ഗോപന്റെ സമാധി സ്ഥലം ഉപജീവന മാർഗത്തിന് ഉപയോഗിക്കില്ലെന്നും അതിന് പശുവിനെ വളർത്തുന്നതുൾപ്പെടെയുള്ള മറ്റു മാർഗങ്ങളുണ്ടെന്നുമാണ് കുടുംബത്തിന്റെ നിലപാട്. ഈ സമാധിയിൽ വരുന്ന വരുമാനം ഒരിക്കലും നമ്മളെ കുടുംബത്തിന് വേണ്ടി ഒരിക്കലും നമ്മുടെ നിത്യോപജീവന മാർഗത്തിന് ഒരിക്കലും ഉപയോഗിക്കത്തില്ല. അങ്ങനെ പറയുന്നവർ ഒരുപാട് പേരുണ്ട്. ഇത് വെച്ച് ഇനി ഒരുപാട് ഉപജീവന മാർഗം നമ്മൾ അധ്വാനിച്ച് തന്നെയാണ് നമ്മൾ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പണ്ടെങ്ങനെയാണോ ഒരു പശു വളർത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ അച്ഛൻ തന്നെയാണ് അത് ഭഗവാൻ അഭിഷേകത്തിനും വേണം, നമ്മുടെ നിത്യോപജീവനമാവും. അതിനുള്ള രീതിയിൽ തന്നെയാണ് പശു വളർത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. തനിക്ക് പൂജകൾ അറിയാമോ എന്ന് ചോദിച്ച് ആക്ഷേപിക്കുന്നവർ ഉണ്ട്. അവരോടുള്ള മറുപടി ഇതാണെന്ന് ഗോപന്റെ മകൻ രാജസേനൻ. ഒരുപാട് പേര് പറയുന്നുണ്ട് പൂജ അറിയാമോ എന്ന് ചോദിച്ച് കളിയാക്കുന്ന കുറച്ച് പേരുണ്ട്, ഇല്ലെന്നല്ല. ഇങ്ങനെ കളിയാക്കുന്നവരുടെ എല്ലായിടത്തും എനിക്ക് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സംഗീതം പഠിച്ചാലും എത്ര വിദ്യകളില്ല, ഇനി എന്തൊക്കെ പൂജാതി കർമ്മങ്ങൾ പഠിച്ചിരുന്നാലും ശരി, അറിവെന്ന് പറഞ്ഞ സാഗരമാണ്. ആർക്കും അത് പഠിച്ച് പൂർത്തിയാക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല. ഭഗവാന്റെ പൂജ എനിക്ക് അറിയാവുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നതും അതുപോലെ തന്നെ സമാധി ചടങ്ങുകളെല്ലാം ഞാൻ ചെയ്യുന്നത്. അതേസമയം സമാധി സ്ഥലം തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള നീക്കങ്ങളാണ് ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരം തുടരും. ആശാ വർക്കർമാരുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. വിരമിക്കൽ പ്രായം പ്രഖ്യാപിക്കുന്നതിനൊപ്പം ആനുകൂല്യങ്ങളും പ്രഖ്യാപിക്കണമെന്നാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ ആവശ്യം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ 6 ദിവസമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം തുടരുകയാണ്. 17 വർഷം കൊണ്ട് കാലാകാലം ഞങ്ങൾക്ക് 500 രൂപയായിരുന്നു. അതിന് അന്ന് ഞങ്ങൾ ഒരു പേര് വോളണ്ടിയർ മാത്രമായിട്ടാണ് ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ വർഷങ്ങൾ കൂടി വരുമ്പോഴും പലതരത്തിലുള്ള സർവേകളും പലതരത്തിലുള്ള ജോലികളും ഞങ്ങളെ ഏൽപ്പിക്കുകയും അങ്ങനെ കാലാകാലങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഒരു 7000 രൂപ ഞങ്ങൾക്ക് തരുന്നത് ഒരിക്കലും ഞങ്ങൾക്കത് മാസാമാസം തരുന്നില്ല. ഞങ്ങൾ 3 മാസം കൂടുമ്പോൾ ഇതുപോലെ ഇവിടെ വന്ന് ഇതേപോലെ സമരങ്ങൾ കൂടിയാണ് ഞങ്ങൾക്കത് തരുന്നത്. ഇപ്പോഴാണെങ്കിൽ ഞങ്ങൾ 62 വയസ്സാകുന്നവര് പിരിഞ്ഞു പോവാനാണ് പറയുന്നത്. യാതൊരു ആനുകൂല്യമില്ല. വെറുതെ 62 വയസ്സായവരങ്ങ് പിരിഞ്ഞു പോകണം. ഒന്നും തരുന്നില്ല ഞങ്ങൾക്ക്. അത് പറ്റില്ല. അത് ഞങ്ങൾക്ക് ഒരു വിരമിക്കലായിട്ട് ഒരു 5 ലക്ഷം രൂപ തരണം. അത് എന്നിട്ട് ഞങ്ങൾക്ക് പെൻഷൻ ഏർപ്പെടുത്തണം. ഞങ്ങൾക്കാണെങ്കിൽ ഒരു ESIയോ ഞങ്ങളൊരു ഡോക്ടറെ കാണാൻ പോകണമെങ്കിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നെങ്കിൽ പോലും 5 രൂപ OP ടിക്കറ്റ് എടുത്ത് വേണം അവിടെ കയറി ഡോക്ടറെ കാണാൻ. ഇങ്ങനെ ഞങ്ങൾ നിരന്തരമായും ഞങ്ങളിങ്ങനെ പക്ഷേ ഗവൺമെന്റ് പറയുന്നത് എല്ലാ ജോലിയും ഞങ്ങൾ സന്മനസ്സോടെ സ്നേഹത്തോടെ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇവര് ഞങ്ങളെ എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല, എന്തുകൊണ്ട് കാണുന്നില്ല? വിരമിക്കൽ പ്രായം പ്രഖ്യാപിക്കണം, ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ വിരമിക്കൽ പ്രായം പ്രഖ്യാപിക്കണം എന്നുള്ളതാണോ നിങ്ങളൊരു പ്രധാനപ്പെട്ട? വിരമിക്കൽ പ്രായം ഞാൻ പറയട്ടെ, നമ്മൾക്കൊരു ജോലിയിൽ നമ്മൾ റിട്ടയർമെന്റ് സാധാരണ ഉണ്ടാവും. തീർച്ചയായിട്ടും ഞങ്ങൾ പോയേ പറ്റൂ. പക്ഷെ അങ്ങനെയല്ലല്ലോ. പോകുമ്പോൾ ഞങ്ങൾ വെറും കൈയോടെയാണോ പോവേണ്ടത്? ഞങ്ങൾ ഇത്രയും 18 വർഷം കൊണ്ട് 17-18 വർഷം കൊണ്ട് ഞങ്ങൾ ഫീൽഡിൽ നടന്നും ഇങ്ങനെ യാത്ര ചെയ്തത്. എനിക്ക് ആക്സിഡന്റ് പറ്റി എന്റെ കാല് പൊട്ടിയിരിക്കുകയാണ്. പക്ഷെ എനിക്ക് ഇവിടെ വരാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചാൽ മാത്രമേ പ്രതിഷേധം അവസാനിപ്പിക്കൂ എന്ന നിലപാടിലാണ് ആശാ വർക്കർമാരുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം തുടരുന്നത്. ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. മൂന്നാർ ദേവികുളത്ത് ഓടിക്കൊണ്ടിരുന്ന കാർ ചവിട്ടിമറിച്ച് കാട്ടാന. വിദേശ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന ഇന്നോവയാണ് ആന ആക്രമിച്ചത്. ആക്രമണം നടത്തിയ മോഴ ആനയെ ഇവിടെ മുൻപ് കണ്ടിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ദേവികുളം സിഗ്നൽ പോയിന്റിന് സമീപത്ത് വെച്ചാണ് മോഴയാനയുടെ പരാക്രമം. ഇംഗ്ലണ്ടിലെ ലിവർപൂളിൽ നിന്നുള്ള സംഘം സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാറിന് നേരെ പാഞ്ഞെടുത്ത കാട്ടാന വാഹനം ചവിട്ടിമറിച്ചു. രാവിലെ 10:30-യോടെയായിരുന്നു അപകടം.
റോഡിൽ തന്നെ തുടർന്ന ആനയെ RRT സംഘമെത്തിയാണ് തുരത്തിയത്. യാത്ര ചെയ്യാൻ കഴിയാത്ത വിധം വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചു. തുടർന്ന് മറ്റൊരു വാഹനത്തിൽ സംഘം തേക്കടിലേക്ക് യാത്ര തിരിച്ചു. ഇതേ ആന പശുവിനെ ചവിട്ടിക്കൊല്ലുകയും ഓട്ടോറിക്ഷ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ആക്രമണത്തിൽ നിന്ന് ഓട്ടോ ഡ്രൈവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ആക്രമണം നടത്തിയ മോഴയാനയെ മൂന്നാർ മേഖലയിൽ മുൻപ് കണ്ടിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. നിലവിൽ പ്രധാന പാതയിൽ നിന്ന് മാറിയെങ്കിലും ആന തോട്ടം മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ആന മേളിൽ നിന്ന് ട്രെയിനിൽ ഇറങ്ങി വന്നിട്ട് നേരെ വന്ന് ചവിട്ടുകയാണ് സെൻട്രൽ ചവിട്ടി മറിച്ചിട്ട് താഴേക്ക് പോയി. തൊട്ട് ഫ്രണ്ടിലായിപ്പോയി, ആന ഫ്രണ്ടിലായിപ്പോയി. അപ്പം ഫ്രണ്ടിൽ നിന്ന് വേറെ വണ്ടി ഉണ്ടായിരുന്നു, അവരും ചവിട്ടി നടത്തി, എന്നെ ചവിട്ടിയുള്ളൂ. പകൽ സമയത്ത് പോലും ദേശീയപാതയിലേക്ക് ആന എത്തുന്നത് വൻ ആശങ്കയ്ക്കാണ് ഇടയാക്കുന്നത്. അതേസമയം മൂന്നാർ കല്ലാർ മാലിന്യ പ്ലാന്റിൽ ഏതാനും ദിവസങ്ങളായി എത്തുന്ന ഒറ്റക്കൊമ്പന്റെ കാലിലെ പരിക്ക് ഗുരുതരമാണെന്ന വിവരം വനംവകുപ്പിനെ അറിയിച്ചിട്ടും ചികിത്സ ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ പടയപ്പ മൂന്നാർ ഉദുമൽപേട്ട പാതയിൽ വാഹനങ്ങൾക്ക് നേരെ തുടർച്ചയായി ആക്രമണം നടത്തിയിരുന്നു. മതപ്പാടിലുള്ള ആനയെ 5 സംഘം നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് വനം വകുപ്പിന്റെ വിശദീകരണം. ന്യൂസ് 18 ഇടുക്കി. അമേരിക്കയിൽ നിന്ന് നാടുകടത്തുന്ന ഇന്ത്യക്കാരുമായി രണ്ടാമത്തെ വിമാനം ഇന്ന് അമൃത്സറിൽ എത്തിയേക്കും. രണ്ടാമത്തെ വിമാനവും അമൃത്സറിൽ തന്നെ ഇറക്കുന്നത് പഞ്ചാബിനെ അപകീർത്തിപ്പെടുത്താനുള്ള BJP നീക്കത്തിന്റെ ഭാഗമാണെന്നാണ് പഞ്ചാബിലെ ആം ആദ്മി സർക്കാർ ആരോപിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിനിടയിലാണ് അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരുടെ രണ്ടാം സംഘത്തെ തിരിച്ചയക്കുന്നത്. ഫെബ്രുവരി 5-നാണ് 105 ഇന്ത്യക്കാരുടെ ആദ്യ സംഘത്തെ അമൃത്സറിലെത്തിച്ചത്. കാൽച്ചങ്ങലയും കൈവിലങ്ങും വിട്ട് ഇന്ത്യക്കാരെ എത്തിച്ചതിൽ ഇന്ത്യ അമേരിക്കയെ അതൃപ്തി അറിയിച്ചിരുന്നു. ഇക്കുറി അമേരിക്ക ഇതിൽ മാറ്റം വരുത്തുമോ എന്നത് വ്യക്തമല്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ചർച്ചയിൽ ഈ വിഷയം ഉന്നയിച്ചു എന്നതിൽ സ്ഥിരീകരണമില്ലെങ്കിലും സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ അതൃപ്തി അമേരിക്ക പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇക്കുറിയും സൈനിക വിമാനത്തിൽ തന്നെയാണോ ഇന്ത്യക്കാരെ നാടുകടത്തുക എന്നതും വ്യക്തമല്ല. രണ്ടാം വിമാനവും അമൃത്സറിൽ ഇറക്കാനുള്ള തീരുമാനം പഞ്ചാബിനെ അപകീർത്തിപ്പെടുത്താനുള്ള BJP ശ്രമത്തിന്റെ ഭാഗമാണെന്ന് പഞ്ചാബ് ധനമന്ത്രി ഹർപാൽ ചീമ ആരോപിച്ചു. ഹരിയാനയിലോ ഗുജറാത്തിലോ വിമാനമിറക്കാത്തത് എന്തുകൊണ്ടെന്നും അദ്ദേഹം ചോദിച്ചു. അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ സ്വീകരിക്കുമെന്നതാണ് ഇന്ത്യൻ നിലപാട്. നാട് കടത്താനായി അമേരിക്ക തയ്യാറാക്കിയ പട്ടികയിൽ 18,000-ഓളം ഇന്ത്യക്കാരുണ്ടെന്നാണ് വിവരം. ഇതിൽ 487 ഇന്ത്യക്കാരെ നാട് കടത്താനുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഉത്തർപ്രദേശിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച് 10 പേർ മരിച്ചു. കുംഭമേളയ്ക്ക് പോവുകയായിരുന്ന ഛത്തീസ്ഗഡ് സ്വദേശികൾ സഞ്ചരിച്ച കാറും മധ്യപ്രദേശിൽ നിന്നുള്ള സംഘത്തിന്റെ ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത്. മിർസാപൂർ പ്രയാഗ്രാജ് ദേശീയപാതയിൽ പുലർച്ചെ 2 മണിയോടെയാണ് അപകടമുണ്ടായത്. 19 പേർക്ക് പരിക്കേറ്റു. കാർ ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണം. ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് കുരുക്ക് മുറുകുകയാണ്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ നവീകരണത്തിലെ ക്രമക്കേട് ആരോപണങ്ങളിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. പൊതുമരാമത്ത് വകുപ്പിനാണ് നിർദ്ദേശം നൽകിയത്. BJP നേതാവ് വിജേന്ദർ ഗുപ്ത നൽകിയ പരാതിയിലാണ് നടപടി. നവീകരണത്തിനായി പൊതു ഫണ്ട് ദുരുപയോഗം ചെയ്തെന്നും അഴിമതി നടന്നിട്ടുണ്ടെന്നുമാണ് വിജേന്ദർ ഗുപ്തയുടെ പരാതിയിൽ പറയുന്നത്. ഹമാസ് ഇന്ന് 3 ബന്ദികളെ മോചിപ്പിക്കും. ഇവരുടെ പേരുകൾ ഹമാസ് പുറത്തുവിട്ടിട്ടുണ്ട്. വിവരങ്ങൾ കിട്ടിയതായി ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസും സ്ഥിരീകരിച്ചു. ബന്ദികളെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയതായി ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കഴിഞ്ഞ ദിവസമാണ് സ്ഥിരീകരിച്ചത്. പട്ടിക തങ്ങൾക്ക് സ്വീകാര്യമാണെന്നും പേരുകൾ പുറത്തുവിടുന്നതിന് ബന്ദികളുടെ കുടുംബം അനുമതി നൽകിയിട്ടുണ്ടെന്നും ഇസ്രായേൽ വ്യക്തമാക്കി. കയർ ബോർഡ് ജീവനക്കാരി ജോളി മധുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ സമിതിക്ക് മുൻപാകെ കുടുംബം മൊഴി നൽകി. രോഗബാധിതയായിട്ടും മാനദണ്ഡങ്ങൾ ലംഘിച്ച് സ്ഥലം മാറ്റിയെന്നും മാനസിക സംഘർഷമാണ് മരണകാരണമെന്നും കുടുംബം പറഞ്ഞു.
MSME മന്ത്രാലയമാണ് 3-അംഗ അന്വേഷണ സമിതിയെ നിയോഗിച്ചത്. കഴിഞ്ഞ ദിവസം ജീവനക്കാരിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു. കുറ്റാരോപിതരെ മാറ്റി നിർത്താത്തതിൽ ആശങ്കയുണ്ടെന്നും ഡിജിറ്റൽ തെളിവുകൾ കൈമാറുന്നത് നിയമോപദേശം തേടിയതിനു ശേഷം മാത്രമായിരിക്കുമെന്നും മൊഴി നൽകാനെത്തിയ ജോളിയുടെ സഹോദരൻ സിബി ജോസഫ് പറഞ്ഞു. ഓറൽ അഷുറൻസ് അങ്ങനെയുള്ള ഒരു ഇൻഫ്ലുവൻസിന് ഈ ടീം വിധേയരാകുകയില്ല. ഇവർ ഡയറക്റ്റ് MSME മിനിസ്ട്രിക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരം അപ്രഹെൻഷൻസ് ഞങ്ങൾ തൽക്കാലം വെക്കണ്ട. അതുകൊണ്ട് ഈ ഒരു മീറ്റിങ്ങോട്ട് സഹകരിക്കണം എന്നുള്ള രീതിയിലാണ് പ്രപ്പോസൽ വന്നത്. കുറച്ച് ഡീറ്റെയിൽസ് ഞങ്ങളുടെ കിട്ടിയിരിക്കുന്നത് മുഴുവനും കൂടുതലും ജോളി തന്നെ അവൾ ജീവിച്ചിരുന്നപ്പോഴത്തേക്കും RTA വഴി കളക്ട് ചെയ്ത ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റ്സിൻ്റെ കോപ്പികളാണ് കൂടുതലായിട്ട് ഞങ്ങൾ തന്നിരിക്കുന്നത്. ഗുരുവായൂർ പുന്നത്തൂർ കോവിലകത്തെ ഏറ്റവും മുതിർന്ന അംഗം P. നാരായണരാജ അന്തരിച്ചു. 94 വയസ്സായിരുന്നു. കൃഷിവകുപ്പ് മുൻ ജോയിന്റ് ഡയറക്ടറായിരുന്നു. നടനും ഗായകനുമായ കൃഷ്ണചന്ദ്രൻ, മീര എന്നിവർ മക്കളും നടി വനിതാ കൃഷ്ണചന്ദ്രൻ, സതീഷ് എന്നിവർ മരുമക്കളുമാണ്. അന്തരിച്ച നളിനി രാജയാണ് ഭാര്യ. നിലമ്പൂർ കോവിലകത്താണ് സംസ്കാരം നടക്കുക. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം ഭവ്യ പാർവതി ചേരും.